അപ്പോൾ രാവിലെ അതേ പുട്ടും പഴം പുഴുങ്ങിയതും പിന്നെ കുറച്ച് ഇന്നത്തെ സാമ്പാറുണ്ടായിരുന്നു. ഒക്കെ കൂടി ഫുഡ് കഴിച്ചിട്ട് സ്റ്റെപ്പിലെത്തി ഇന്നത്തെ സൺഡേ കേട്ടോ. ഇത് യൂട്യൂബിൽ പോകുന്നതൊക്കെ എനിക്ക് കാണാൻ ഒരു ദിവസമാണ്. ഇപ്പോൾ ഇടയ്ക്കൊരു വൈകുന്നേരം മഴയുള്ളതുകൊണ്ട് കുറച്ച് വെള്ളമുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ബസ് കയറി പള്ളിയിലെത്തി. കുർബാനയും നൊവേനയൊക്കെ കഴിഞ്ഞ് യൂഷ്വൽ ഷോപ്പിങ്ങിനായിട്ട് കടയിലോട്ട് കയറിയിട്ടുണ്ട്. തൊഴുവീതിയൊക്കെ മേടിക്കും. അതൊക്കെ കഴിഞ്ഞ് അല്ലറച്ചില്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. സാധനമൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തി. വാങ്ങിച്ച സാധനങ്ങളൊക്കെ നോക്കുക. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ നിങ്ങളെ കാണിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചു. ഈ വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുള്ള ആരെങ്കിലുമൊക്കെ കാണുമല്ലോ. അപ്പം ഞാൻ ഇന്ന് വാങ്ങിച്ചിരിക്കുന്ന കുറച്ച് സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങളാണ് കേട്ടോ. ഇത് നമ്മുടെ വൈറ്റ് ലേസാണ്. ഓർഗൻസ മെറ്റീരിയലുള്ളതാണ്. അറ്റം ഇങ്ങനെ ഇങ്ങനെ വളച്ച് ഇപ്പോഴത്തെ ട്രെൻഡ് സംഭവമാണല്ലോ. ഞാനെൻ്റെ പേര് പെട്ടെന്ന് മറന്നുപോയി. ആ സംഭവം വരുന്ന അതിൻ്റെ ആ ഫ്ലവേഴ്സ് എല്ലാം ത്രെഡ് വർക്ക് നല്ല അടിപൊളിയായിട്ട് നീറ്റ് ഫിനിഷിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സോഫ്റ്റാണ്. കാട്ടും നല്ല റിച്ച് ലുക്ക് തരുന്ന അടിപൊളി ലേസാണ്. ഇത് ഓൺലൈനും ഉണ്ട് കേട്ടോ ഈ സാധനമൊക്കെ. പക്ഷെ നമുക്കധികം വേണ്ടാത്തതുകൊണ്ട് ഞാനിങ്ങനെ വാങ്ങിച്ചതാണ്. എനിക്ക് ഈ പശയാണ് കേട്ടോ. മറ്റേ ഈ കൂട്ടി വരുന്ന ആ 700 ആ പശയേക്കാളും എനിക്കിഷ്ടം ഇപ്പോഴും ഇത് തന്നെയാണ്. അപ്പോൾ അത് വാങ്ങിച്ചു. കുറച്ച് കട്ട് ബീഡ്സ് സിൽവർ കളർ വാങ്ങിക്കാണ്ടായിരുന്നു, അത് മേടിച്ചു. പിന്നെ മെഷീൻ്റെ കുറച്ച് സൂചീസൊക്കെ വാങ്ങിച്ചു. ഈ കളർ ഒരു ലേസ് ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു, ഒരു ടോപ്പ് ഉണ്ടായിരുന്നു. സ്റ്റിച്ച് ചെയ്യാൻ എനിക്കൊരു ലേസ് വേണം തോന്നി വാങ്ങിച്ചതാണ്. പക്ഷെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേ ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്ന സമയമായപ്പോഴത്തേന് എൻ്റെ ചെറുതായിട്ട് മനസ്സൊക്കെ മാറിയിട്ടുണ്ട്. എങ്കിലും ആ ലേസ് വാങ്ങിച്ചു. ഇങ്ങനെ ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കുന്നതാണ് കേട്ടോ നല്ലത്. എത്ര രൂപയായിരുന്നു ഞാനിങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോയി. ഫ്യൂസൻ ടൈപ്പ് ഒരു കാണാമല്ലോ നിങ്ങൾക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു ലേസർ വാങ്ങിച്ചായിരുന്നു. ഇത് അടിവശത്ത് ഇങ്ങനെ കൊടുക്കാനായിട്ടായിരുന്നു. മറ്റേത് ഞാനിങ്ങനെ വീനക്കായിട്ട് കൊടുക്കാനായിട്ട് വാങ്ങിച്ചതായിരുന്നു, വീതി കുറഞ്ഞ ലേസ്. ഇതിങ്ങനെ അടിയിൽ കൊടുക്കാനായിട്ടായിരുന്നു. ഇതും ഓർഗൻസ മെറ്റീരിയൽ തന്നെയാണ്. പക്ഷെ മറ്റേതിനേക്കാൾ ഇച്ചിരി കൂടി ഒരു സ്റ്റിഫായിട്ടുള്ളതാണ്. പക്ഷെ രണ്ടും അടിപൊളി സോഫ്റ്റ്, ഭയങ്കര ക്വാളിറ്റിയുള്ള അടിപൊളി സാധനമാണ്. ഇത് പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ, ഇത് വാങ്ങിച്ച് നോക്കണമെന്ന്. അപ്പോൾ ഇതവിടെ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് ഫ്യൂസൻ ടേപ്പ്. ഇതിന് ഫ്യൂസൻ ഷീറ്റും കിട്ടും കേട്ടോ. ഇത് ഒരു റോള് കുറേ ഉണ്ട്. ഇത് നമ്മൾ രണ്ട് തുണി തമ്മിൽ ഇങ്ങനെ ഒട്ടിക്കാനായിട്ട് ഭയങ്കര അടിപൊളിയാണെന്ന് പറഞ്ഞാണ് ഞാൻ വാങ്ങിച്ചത്. ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയമായപ്പോൾ ആക്രാന്തം കൊണ്ട് ഇത് ഇങ്ങനെ ഒട്ടിച്ച് നോക്കിയായിരുന്നു. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. എനിക്കങ്ങനെ ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെടുന്നില്ല. കാരണം ചില സമയത്ത് വല്ലാതെ ഇങ്ങനെ ഇങ്ങനെ കട്ടിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ചിലർക്ക് ഇങ്ങനെ ഒട്ടും മാനേജബിൾ അല്ലാത്ത തുണിയൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊള്ളാം. പിന്നെ അത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഈ ഒരു നെക്കിൽ വെക്കാനുള്ള സംഭവമാണ്. ഇത് നമ്മൾ ഒരുപാട് ഇൻസ്റ്റാ പേജിലും കാര്യങ്ങളിലും ഒക്കെ കണ്ടിട്ടുണ്ട്. 4 മതി എന്നുള്ളതുകൊണ്ട് 25 രൂപയാണ്ടേ ഉള്ളൂ. ഞാനിങ്ങനെ വാങ്ങിച്ച് നോക്കി.